PSCയിൽ അംഗത്വം നൽകുന്നതിനായി കോഴ വാങ്ങിയെന്ന ആരോപണം ചോർത്തിയത് മന്ത്രി P. മുഹമ്മദ് റിയാസിന്റെ അറിവോടെ എന്ന് പ്രമോദ് കോട്ടുളിയുടെ വെളിപ്പെടുത്തൽ. വാർത്ത ചോർത്തിയവർക്ക് മുൻ വൈരാഗ്യം. തന്നെ ഇരയാക്കിയെന്നും ആരോപണ വിധേയരായ പ്രമോദ് കോട്ടുളി ജില്ലാ കമ്മിറ്റിക്ക് നൽകിയ വിശദീകരണത്തിലാണ് ഈ വെളിപ്പെടുത്തൽ. എന്നാൽ വിശദീകരണം തൃപ്തികരമല്ലെന്ന നിലപാടിലാണ് അന്വേഷണ കമ്മീഷൻ. നാളെ നടക്കുന്ന ജില്ലാ കമ്മിറ്റിയിൽ പ്രമോദിനെതിരെ നടപടിയുണ്ടാവും. VS രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നു. VS രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ പ്രമോദ് കോട്ടുളി ജില്ലാ കമ്മിറ്റിയിൽ കാര്യങ്ങൾ വിശദീകരിച്ചതാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരോട് പറഞ്ഞത്. ഇതിൽ ഈ പ്രശ്നം ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ല എന്ന സൂചനയാണോ ഉള്ളത്? എന്തായാലും അന്വേഷണ കമ്മീഷന്റെ കയ്യിൽ ഒരു ശബ്ദരേഖയുണ്ട്. ആ ശബ്ദരേഖ തന്നെ ഒരുപക്ഷെ ഈ പ്രമോദ് കോട്ടുളിയെ കാണിച്ചിട്ടുണ്ടാവാം, കേൾപ്പിച്ചിട്ടുണ്ടാവാം. പ്രമോദ് കോട്ടുളി അതിൽ എന്തു പറഞ്ഞു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രമോദ് കോട്ടുളി ഈ വാർത്ത ചോർന്നതിൻ്റെ ഉത്തരവാദിത്വം മുഹമ്മദ് റിയാസ് പക്ഷത്തിനാണ് എന്ന് പറയുമ്പോൾ കോഴിക്കോട് ജില്ലയിലെ CPM-നുള്ളിലെ വിഭാഗീയത മറ്റൊരർത്ഥത്തിൽ മറന്നേക്ക് പുറത്തു വരുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ? ഇനി എന്തായിരിക്കും സാധ്യതകളുള്ളത്? VS രഞ്ജിത്ത്, മോർണിംഗ്. ഡോക്ടർ അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഇപ്പോൾ നാളത്തെ ജില്ലാ കമ്മിറ്റി യോഗത്തിലായിരിക്കും പ്രമോദിൻ്റെ നടപടി പ്രഖ്യാപിക്കുന്നുണ്ടായിരിക്കുക. ഈ പ്രമോദ് നൽകിയ വിശദീകരണവും അതിൽ ചർച്ച ചെയ്യും. ഈ വിശദീകരണത്തിൽ പ്രധാനമായിട്ടും പറയുന്നത് ഈ കോഴ ആരോപണത്തെക്കുറിച്ചല്ല, ആരോപണം പുറത്തു വരാനും ഇപ്പോൾ അത് പാർട്ടിക്ക് ദോഷകരമാവുന്ന വിധത്തിൽ ചർച്ച ചെയ്യാനും ഇടയായ സാഹചര്യമാണ്. അതായത് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന എല്ലാ വാർത്തകളും ആരോപണങ്ങളും പാർട്ടിയെ പ്രതികൂലമായി ബാധിച്ചു, പാർട്ടിക്ക് പ്രതിസന്ധി ഉണ്ടാക്കി. അങ്ങനെ പ്രതിസന്ധി ഉണ്ടാക്കുന്ന തരത്തിൽ വാർത്ത പുറത്തു വന്നത് മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ അനുകൂലികളായിട്ടുള്ള ആളുകൾ വാർത്ത പുറത്തുവിട്ടു എന്നുള്ളതാണ് വിശദീകരണക്കുറിപ്പിൽ പ്രമോദ് സൂചിപ്പിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ ഗൂഢാലോചനയുണ്ട് എന്നുമാണ് പ്രമോദ് പറയുന്നത്. ഈ വാർത്ത പുറത്തു വന്നത് എങ്ങനെയെന്ന് പരിശോധിക്കണമെന്നും ഈ വാർത്തയ്ക്ക് പിന്നിൽ ആരാണ് എന്ന് പരിശോധിക്കണമെന്നും ആരോപണത്തിൻ്റെ നിജസ്ഥിതി അറിയണമെന്നും ഒക്കെയാണ് ഈ വിശദീകരണക്കുറിപ്പിൽ പ്രമോദ് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത്. ഈ കോഴ ആരോപണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ കോഴ വാങ്ങിയ കാര്യത്തെക്കുറിച്ചോ ഈ നിയമനത്തെക്കുറിച്ചോ, PSC അംഗത്വമല്ല PSC നിയമനത്തെക്കുറിച്ചാണ് പറയുന്നത്, ഈ PSC നിയമനത്തെക്കുറിച്ചോ ഒന്നും അറിവില്ല എന്ന രീതിയിൽ തന്നെയാണ് ആ വിശദീകരണക്കുറിപ്പിൽ പ്രമോദ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ പ്രമോദ് പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നത് ഈ വാർത്ത പുറത്തു വന്ന സാഹചര്യത്തെക്കുറിച്ചും ഈ വാർത്ത പുറത്തു വിടാനിടയായ സാഹചര്യത്തെക്കുറിച്ചും അതിന് പിന്നിലുള്ള ദുരൂഹതയെക്കുറിച്ചുമൊക്കെയാണ് പ്രമോദ് സൂചിപ്പിക്കുന്നത്. അതിൽ അന്വേഷണം വേണം എന്നും പറയുന്നുണ്ട്. ഏത് ഘട്ടത്തിലാണ് ഇത്തരമൊരു വാർത്ത പുറത്തു വന്നത്, അതിന് പിന്നിലുള്ള ഗൂഢാലോചന ആർക്കൊക്കെയാണ് എന്നുള്ളതാണ്. മാത്രമല്ല ചില റിയൽ എസ്റ്റേറ്റ് ബന്ധത്തെക്കുറിച്ചുള്ള വിമർശനത്തിൽ തനിക്കല്ല റിയൽ എസ്റ്റേറ്റ് ബന്ധമുള്ളത്, റിയൽ എസ്റ്റേറ്റ് ബന്ധമുള്ള നേതാക്കന്മാർ ജില്ലയിൽ തന്നെയുണ്ട്, അതിൽ പല പ്രമുഖരും ഉൾപ്പെടും എന്ന വിശദീകരണം കൂടി പ്രമോദ് നൽകിയിട്ടുണ്ട്. അതായത് തൻ്റെ പേരിൽ ഇപ്പോൾ ആരോപിക്കപ്പെടുന്ന എല്ലാ ആരോപണങ്ങൾക്ക് പിന്നിലും മറ്റു ചിലർ കൂടി ഉണ്ട് എന്നുള്ള സൂചന ആ വിശദീകരണക്കുറിപ്പിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രമോദിനെതിരെ നടപടിയെടുത്താൽ ഇതെല്ലാം തുറന്നു പറയുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഏതായാലും നാളെ പ്രമോദിനെതിരെ നടപടി ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പ്രമോദ് ഉൾപ്പെട്ട ടൗൺ ഏരിയ കമ്മിറ്റിയിലെ ബഹുഭൂരിപക്ഷം അംഗങ്ങളും പ്രമോദിനെതിരെ നടപടി വേണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. ഏരിയ കമ്മിറ്റിക്ക് ജില്ലാ കമ്മിറ്റി അത്തരത്തിലൊരു ഉറപ്പും കൊടുത്തിട്ടുണ്ട്, നടപടി ഉണ്ടാകും എന്നൊരു ഉറപ്പ് ഏരിയ കമ്മിറ്റിക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏരിയ കമ്മിറ്റിയിൽ മാത്രമല്ല പ്രമോദ് ഉൾപ്പെടുന്ന ലോക്കൽ കമ്മിറ്റിയും പ്രമോദിൻ്റെ ബ്രാഞ്ചും ഒക്കെ പ്രമോദിനെതിരെ പരാതികൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതിനാൽ പ്രമോദിനെതിരെ നടപടി വേണം എന്നുള്ളത് ഏരിയ കമ്മിറ്റി ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഏരിയ കമ്മിറ്റിക്ക് നൽകിയ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ പ്രമോദിനെതിരെ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളെ ചേരുന്ന ജില്ലാ കമ്മിറ്റിയിലായിരിക്കും അന്തിമമായ തീരുമാനം ഉണ്ടാവുക. അതിൽ ഇപ്പോൾ പ്രമോദ് പറഞ്ഞ ആരോപണങ്ങൾ കൂടി പരിഗണിക്കപ്പെടുമോ, ഈ വാർത്ത പുറത്തു വരാനിടയായ സാഹചര്യം എന്താണ്, ആരാണ് വാർത്ത ചോർത്തിയത് എന്നെല്ലാം പാർട്ടി അന്വേഷിക്കുമോ എന്നതുകൂടി അറിയേണ്ടതുണ്ട്. ഇനി അഥവാ പാർട്ടി പുറത്താക്കിയാൽ പ്രമോദിൻ്റെ പ്രതികരണം എന്തായിരിക്കും എന്നുകൂടി അറിയണം. കാരണം ഇന്നലെ തന്നെ പ്രമോദ് ഫേസ്ബുക്ക് പോസ്റ്റിലും അതിനുശേഷം ഈ ജില്ലാ കമ്മിറ്റിയിൽ വിശദീകരണം നൽകാൻ വന്ന ഘട്ടത്തിലും മാധ്യമങ്ങളോട് വിശദമായി സംസാരിച്ചു. തൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്ന രീതിയിൽ ന്യായീകരണങ്ങൾ നിരത്തി. പക്ഷേ അതൊന്നും പാർട്ടിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല, പാർട്ടിക്ക് ബോധ്യമാവുന്ന വിധത്തിലല്ല എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നടപടി ഉണ്ടാവും. നടപടിക്ക് ശേഷം ഇന്നലെ മാധ്യമങ്ങളെ കണ്ടതുപോലെ വിശദമായി മാധ്യമങ്ങളെ പ്രമോദ് കാണുമോ എന്നുള്ള കാര്യം കൂടി അറിയേണ്ടതുണ്ട്. എന്തായാലും കോഴിക്കോട് നിന്ന് വരുന്ന വാർത്ത CPM-നെ സംബന്ധിച്ച് അത്ര ശുഭകരമായൊരു വാർത്തയല്ല.
കാരണം പ്രമോദ് കോട്ടുള്ളിക്ക് നടപടി എടുക്കുകയാണെങ്കിൽ പ്രമോദ് കോട്ടുള്ളി പുറത്തു വന്നാൽ എന്തു പറയുമെന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് ചില സൂചനകളാണ് ഇന്നലെ പ്രമോദ് കോട്ടുള്ളി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിൽ കൊടുത്തത്. മുഹമ്മദ് റിയാസിൻ്റെ പക്ഷത്തുള്ള ചിലരാണ് ഈ വാർത്ത ചോർത്തിക്കൊടുത്തത് എന്ന തരത്തിലുള്ള ചില കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം കമൻറ്റുകൾ ഇനി എങ്ങനെയാണ് പാർട്ടി സ്വീകരിക്കാൻ പോകുന്നത്? അതല്ല പ്രമോദ് കോട്ടുള്ളിക്കെതിരെ ഒരു താൽക്കാലിക പേരിന് മാത്രമുള്ള നടപടിയെടുത്ത് പ്രശ്നം അവസാനിപ്പിക്കുമോ? ഇതൊക്കെ നാളെ കഴിഞ്ഞ് നമുക്ക് അറിയാൻ സാധിക്കൂ. എന്തായാലും നടപടിയെ സംബന്ധിച്ച് കൂടുതൽ ചർച്ച ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അന്വേഷണ കമ്മീഷന് എന്തായാലും പ്രമോദ് കോട്ടുള്ളി ഇന്നലെ നൽകിയ വിശദീകരണത്തിൽ തൃപ്തിയില്ല എന്നാണ് VS രഞ്ജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്.